രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. നമസ്കാരം പ്രിയമുള്ളവരെ, വാൽമീകി രാമായണ ചർച്ചയുടെ ഇന്നത്തെ ഭാഗം ആരംഭിക്കുകയായി. ആദ്യമേ തന്നെ എൻ്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തിസ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിലും എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിലും നിങ്ങൾ ഓരോരുത്തരുടെയും മഹാഗുരുവിൻ്റെ പാദപത്മങ്ങളിലും ഈ പവിത്രമായിരിക്കുന്ന ഇതിഹാസകാവ്യം നമ്മെ ആനന്ദിപ്പിച്ചുകൊണ്ട് നമുക്ക് നൽകി അനുഗ്രഹിച്ച വാൽമീകി മഹർഷിയുടെ പാദപങ്കജങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളട്ടെ. ശ്രീരാമചന്ദ്രനെ യുവരാജാവായിട്ട് അഭിഷേകം കഴിക്കാൻ ദശരഥ മഹാരാജാവ് എല്ലാവരെയും വിളിച്ചുകൂട്ടി ആലോചിച്ചു, തീരുമാനിച്ചു, സന്നാഹങ്ങളെല്ലാം ഒരുങ്ങി. അത് കഴിഞ്ഞ് ഈ ശുഭകരമായ വാർത്ത തന്റെ പത്നിയായ കൈകേയിയോട് താൻ തന്നെ പറയണമെന്നുള്ള ആഗ്രഹത്താൽ അദ്ദേഹം അന്തഃപുരത്തിലേക്ക് ചെല്ലുമ്പോഴാണ് കാര്യങ്ങളെല്ലാം ഏതോ ഒരു വലിയ ബുദ്ധിമുട്ടിൽ പെട്ടിരിക്കുന്നു എന്നറിയുന്നത്. കൈകേയി ക്രോധാകാരത്തിലാണ്. കാരണം മനസ്സിലായില്ല, തന്നോട് കോപിക്കാൻ യാതൊരു കാരണവുമില്ല. നാളിതുവരെ കൈകേയി തന്നോട് കോപിച്ചിട്ടുമില്ല. തന്റെ പത്നിമാരായ കൗസല്യയും സുമിത്രയും തന്നോട് കോപിച്ചിട്ടില്ല. അതിന് തക്കവണ്ണമുള്ളതായ ഒരു കാരണവും താൻ ഉണ്ടാക്കാറുമില്ല. പിന്നെ ഇന്ന് ഈ അവസരത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു മഹാരാജാവിന് മനസ്സിലാകുന്നില്ല. അദ്ദേഹം വെറും നിലത്ത് ഇങ്ങനെ ദുഃഖിതയായി തൻ്റെ ആഭരണങ്ങളെല്ലാം ഉപേക്ഷിച്ച് മലിന വസ്ത്രധാരിണിയായിട്ട് ക്രോധത്തോടെ ശയിക്കുന്ന കൈകേയിയെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് ചോദിക്കാണ്, എന്തുകൊണ്ടാണ് ഈ കോപം എന്ന്. അതിന് തക്കവണ്ണമുള്ള ഒരു കാരണവും ഞാൻ കാണുന്നില്ലല്ലോ. ആരെങ്കിലും ധിക്കരിച്ചുവോ കൈകേയിയെ, അതോ അവമതിച്ചുവോ? അദ്ദേഹം ചോദിക്കുന്നു. എന്തു തന്നെയായിരുന്നാലും അതിന് പ്രതിവിധി താൻ ഉടൻ തന്നെ നടപ്പിലാക്കുന്നുണ്ട്. എന്തു വേണം എന്ന് എന്നോട് പറഞ്ഞാൽ മാത്രം മതി എന്നെല്ലാം ദശരഥൻ കൈകേയിയോട് പറയുന്നതെല്ലാം നാം കേട്ടു. മഹാരാജാവ് താൻ ആഗ്രഹിച്ച പ്രകാരത്തിൽ തൻ്റെ വഴിക്ക് വരുന്നു എന്ന് മനസ്സിലാക്കിയ കൈകേയി പറഞ്ഞു, എന്നെ ആരും അവമതിച്ചിട്ടില്ല, ബുദ്ധിമുട്ടിച്ചിട്ടുമില്ല. എൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം നടത്തിത്തരേണ്ടത് അങ്ങാണ്. അത് അങ്ങ് നടത്തിത്തരും എന്ന് പറഞ്ഞാൽ മാത്രമേ എൻ്റെ ബുദ്ധിമുട്ടുകൾ അവസാനിക്കുകയുള്ളൂ. മഹാരാജാവ് ശ്രീരാമചന്ദ്രന്റെ പേരിൽ സത്യം ചെയ്യാണ്, കൈകേയി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും താനത് നടപ്പിലാക്കി കൊടുക്കും എന്ന്. അനേകം സത്യങ്ങൾ അദ്ദേഹം തുടർച്ചയായിട്ട് ഇതേ പ്രകാരത്തിൽ ചെയ്തു. അതുകൊണ്ട് അല്ലയോ കൈകേയി, നീ എന്താണോ നിന്റെ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അത് ചോദിച്ചുകൊള്ളൂ എന്ന് പറയുന്ന അവസരത്തില് കൈകേയി സംസാരിച്ചു തുടങ്ങി. അല്ലയോ മഹാരാജാവേ,
പ്രതിജ്ഞാം പ്രതിജാനീഷ്വ യതി ത്വം കർത്തുമിച്ഛസി. അല്ലയോ മഹാരാജാവേ, അങ്ങ് എന്നോട് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ 2 വരങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ളതായ ആഗ്രഹമാണ് ഞാൻ അങ്ങയോട് പറയുന്നത്. അത് നിർവഹിക്കാനായിട്ട് അങ്ങ് ഉറപ്പോടുകൂടി സമ്മതിച്ചിട്ടുണ്ട് എങ്കിൽ അങ്ങ് ഓർത്തുകൊള്ളുക അങ്ങയുടെ ആ പ്രതിജ്ഞയെ. അപ്പോഴേക്കും കൈകേയിയോട് മഹാരാജാവ് പറഞ്ഞു, ഞാൻ രാമന്റെ പേരിൽ ഇതാ ശപഥം ചെയ്യുന്നു, ചോദിച്ചുകൊള്ളൂ, എന്തു തന്നെയായിരുന്നാലും ഞാൻ അത് നിനക്ക് വേണ്ടി നിറവേറ്റിത്തരും എന്ന്. ആ അവസരത്തിലാണ് കൈകേയി സംസാരിച്ചു തുടങ്ങുന്നത് തന്റെ ആഗ്രഹത്തെപ്പറ്റി. അതിനു മുമ്പ് കൈകേയി പറഞ്ഞു, ഞാൻ നടത്തുന്ന ഈ അഭ്യർത്ഥനയും അതിന് അങ്ങ് തരുന്നതായ മറുപടിയും അങ്ങയുടെ പ്രതിജ്ഞയും ഈ ലോകം മുഴുവൻ അറിയണം, ലോകം മുഴുവൻ കേൾക്കണം. ചന്ദ്ര ആദിത്യവും നഭശ്ചൈവ ഗ്രഹ രാത്രി അഹനീ ദിശ. ആദിത്യൻ കേൾക്കണം, അത് സാക്ഷിയായിട്ട് ആദിത്യൻ ഉണ്ടാകണം, ചന്ദ്രൻ ഉണ്ടാകണം, ചന്ദ്രൻ ഇത് കേൾക്കണം, ചന്ദ്രൻ സാക്ഷിയായിട്ടുണ്ടാകണം. എല്ലാ ഗ്രഹങ്ങളും അവരെല്ലാവരും ഇതിന് സാക്ഷിയായി തീരണം. പകലും രാത്രിയും ഇതിന് സാക്ഷിയായിരിക്കണം. അവരെല്ലാം ഇത് കാണണം, ഇത് കേൾക്കണം. എല്ലാ ദിക്കുകളും ഇക്കാര്യം കാണണം, കേൾക്കണം. അതേപോലെ തന്നെ ഈ പ്രപഞ്ചം മുഴുവൻ ഇതറിയണം, ഇത് മുഴുവൻ അവര് നേരിട്ട് കാണണം, ഇതിന് സാക്ഷിയായി ഭവിക്കണം. ഈ ഭൂമി ഇതിന് സാക്ഷിയായി ഭവിക്കണം. അതേപോലെ തന്നെ സൂക്ഷ്മ ലോകങ്ങളിൽ വസിക്കുന്നവരായിട്ടുള്ള ഗന്ധർവന്മാരും യക്ഷന്മാരും ജനരന്മാരും രാക്ഷസന്മാരും നിശാചരന്മാരും സകല ഗ്രഹങ്ങളും ഭൂതങ്ങളും എല്ലാം ഇതിന് സാക്ഷിയായി തീരണം. എന്റെ ഈ അഭ്യർത്ഥനയ്ക്കും അതേപോലെ അതിന് അങ്ങ് തരുന്നതായിട്ടുള്ള മറുപടിയും അതിനെ നടപ്പിലാക്കാൻ അങ്ങ് ചെയ്യുന്നതായ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമവും അതിന് ലോകം മുഴുവൻ സാക്ഷിയായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കൈകേയി അദ്ദേഹത്തോട് പറഞ്ഞു, അല്ലയോ രാജാവേ, സ്മരരാജൻ പുരാവൃത്തം തസ്മിൻ ദേവാസുരേരണേ. അന്ന് ആ ദേവാസുര യുദ്ധത്തിൽ നടന്നതായ ആ സംഭവം അങ്ങ് ഓർത്തുകൊള്ളുക. ദേവലോകത്തെ അസുരന്മാരിൽ നിന്നിട്ട് നിർമുക്തമാക്കാൻ വേണ്ടി അങ്ങ് യുദ്ധത്തിനായി ദേവലോകത്തിലേക്ക് പോകുമ്പോഴേക്കും എന്നെയും കൊണ്ടുപോയല്ലോ ഒരു തവണ. അങ്ങ് ആ തേരിൽ ഞാനുണ്ടായിരുന്നു. യുദ്ധം തകർത്ത് നടക്കുമ്പോ അങ്ങ് അസുരന്മാരോട് അടരാടി. ആ അവസരത്തില് വളരെയേറെ അസുരന്മാർ ഒരുമിച്ച് അങ്ങയോട് ഏകനായ അങ്ങയോട് യുദ്ധം ചെയ്യുമ്പോഴേക്കും അങ്ങ് മോഹാലസ്യപ്പെട്ടു പോയി. അവര് അങ്ങയ്ക്ക് അപായം വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങയെ ആ അവസരത്തിൽ ആ പടക്കളത്തിൽ നിന്നിട്ട് ദൂരേക്ക് കൊണ്ടുപോയതും ആ അസുരന്മാർ അങ്ങോട്ടും വന്നതും അവരുടെ ആക്രമണം ഏൽക്കാത്ത ദിക്കിലേക്ക് അങ്ങയെ ഞാൻ എത്തിച്ചതും അങ്ങ് മോഹാലസ്യത്തിൽ നിന്നിട്ട് ഉണർന്ന അവസരത്തില് വളരെയേറെ സന്തോഷിച്ച് എന്നോട് 2 വരം ചോദിച്ചു കൊള്ളാൻ അങ്ങ് നിർദ്ദേശിച്ചതുമെല്ലാം അങ്ങ് ഓർക്കുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞാണല്ലോ വീണ്ടും പടക്കളത്തിൽ എത്തിയിട്ട് അങ്ങ് അസുരന്മാരെ സംഹരിച്ച് ദേവലോകത്തെ രക്ഷിച്ചത്. എന്റെ ആ പ്രവൃത്തിയിൽ സന്തുഷ്ടനായ അങ്ങ് 2 വരങ്ങൾ വാഗ്ദാനം ചെയ്തു. അന്ന് ഞാൻ പറഞ്ഞു, അല്ലയോ മഹാത്മൻ, ഈ 2 വരങ്ങളെയും ഞാൻ അങ്ങയിൽ തന്നെ നിക്ഷേപിക്കുകയാണ്, അങ്ങയിൽ തന്നെ നിലനിർത്തുകയാണ്. എനിക്ക് ആവശ്യം വരുന്ന അവസരത്തിൽ ഞാനത് ചോദിച്ചു കൊള്ളാം. അതുവരെ ഇത് അങ്ങയിൽ തന്നെ ഇരിക്കട്ടെ എന്ന് ഞാൻ അങ്ങയോട് പറഞ്ഞു. അല്ലയോ മഹാരാജാവേ, ആ 2 വരങ്ങൾ ഇപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട്. ആ വരങ്ങളാണ് ഞാൻ അങ്ങയോട് ചോദിക്കുന്നത്. എന്തൊക്കെയാ ആ വരങ്ങളായിട്ട് കൈകേയി ചോദിക്കുന്നത് എന്ന് കൈകേയി മഹാരാജാവായ ദശരഥനെ കേൾപ്പിക്കുന്നു. അല്ലയോ മഹാരാജാവേ, അങ്ങ് എന്നോട് തരാമെന്ന് പറഞ്ഞ വരം അങ്ങ്
ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട്, ധർമ്മത്തെ പരിപാലിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തരികയാണെങ്കിൽ എന്റെ ഈ വിഷമതകളെല്ലാം അകലും. പക്ഷേ അതിന് വിപരീതമാണ് അങ്ങ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതൈവഹി പ്രഹസ്യാമി ജീവിതം ത്വദ്വിമാനിത. അങ്ങ് എന്റെ ഈ പ്രാർത്ഥനകളെ അംഗീകരിക്കുന്നില്ലെങ്കിൽ, തിരസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പ്രാണങ്ങളെ അങ്ങയുടെ കൺമുന്നിൽ വെച്ച് തന്നെ ഉപേക്ഷിക്കും എന്ന് അറിഞ്ഞുകൊള്ളുക. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഈ ആഗ്രഹങ്ങൾ അങ്ങേയറ്റം സുപ്രധാനമാണ്. അല്ലയോ മഹാരാജാവേ, തൗ താവതഹമദ്യൈവ വക്ഷ്യാമി ശൃണുമേവച. എൻ്റെ വാക്കുകൾ കേട്ടുകൊള്ളുക. ഞാൻ ഇപ്പോൾ തന്നെ അങ്ങയോട് പറയുന്നുണ്ട് ആ രണ്ട് ആഗ്രഹങ്ങളും എന്തു തന്നെയാണ് എന്ന്. അഭിഷേക സമാരംഭോ രാഘവസ്യ ഉപകൽപ്പിത അനേനൈവ അഭിഷേകേണ ഭരതോ മേ അഭിഷിച്യതാം. ഇപ്പോ ശ്രീരാമചന്ദ്രന് വേണ്ടിയിട്ട് അങ്ങ് അഭിഷേകത്തിന് വേണ്ടി എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരിക്കുന്നു. യുവരാജാവായിട്ട് രാമനെ അഭിഷേകം കഴിക്കാനായിട്ട് വേണ്ടുന്ന ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. അതിനുവേണ്ടിയുള്ളതായ ദിവ്യ പദാർത്ഥങ്ങളെല്ലാം അങ്ങയുടെ നിർദ്ദേശമനുസരിച്ചിട്ട് വസിഷ്ഠ ഋഷി പറഞ്ഞതെല്ലാം അങ്ങയുടെ ആജ്ഞാശക്തിയാൽ അങ്ങയുടെ സഹായികളെ കൊണ്ട്, ഉദ്യോഗസ്ഥരെ കൊണ്ട്, നാട്ടുകാരെ കൊണ്ട് ഇവിടെ ഈ അഗ്നിഹോത്രശാലയിൽ എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. നാളെ പുലരിയിൽ അഭിഷേകം രാമൻ എന്നല്ലേ അങ്ങ് പറഞ്ഞിരിക്കുന്നത്? അത് നടക്കുക പാടില്ല. അനൈനൈവ അഭിഷേകേണ ഭരതോമേ അഭിഷിച്യതാം. ഈ അഭിഷേക സംഭാരങ്ങൾ കൊണ്ട് എന്റെ പുത്രനായിരിക്കുന്ന ഭരതനെ ഈ അയോധ്യയുടെ യുവരാജാവായിട്ട് അങ്ങ് തന്നെ അഭിഷേകം കഴിച്ചാലും, ഇതാണ് എനിക്ക് വേണ്ടുന്ന ആദ്യത്തെ വരം, അതങ്ങ് നൽകിയാലും, രണ്ടാമത് വരമോ യോ ദ്വിതീയോ വരോ ദേവ ദത്ത പ്രീതേനമേ ത്വയ. അന്ന് ഞാൻ പടക്കളത്തിൽ വെച്ച് അങ്ങേക്ക് ചെയ്തതായ ആ മഹത്തായ സേവനം, അതിലങ്ങ് സന്തുഷ്ടനായിട്ട് എനിക്ക് തന്നതായിട്ടുള്ള ആ രണ്ടു വരങ്ങളിൽ രണ്ടാമത്തേത് ഏത് എന്ന് അങ്ങേക്ക് അറിയേണ്ടയോ? ഞാനിത് അങ്ങയോട് പറഞ്ഞു കേൾപ്പിക്കുന്നു. ആ വരം എനിക്ക് തരാനുള്ള സമയമായി കഴിഞ്ഞിരിക്കുന്നു. തസ്യ കാലോയമാകത. ആ വരത്തിന്റെ സമയം, സന്ദർഭം അന്നായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അന്ന് ആ വരം ചോദിക്കാതിരുന്നത്. ഇപ്പൊ അതിനുള്ള സന്ദർഭമായി കഴിഞ്ഞിരിക്കുന്നു. ഇനി അല്പവും വൈകിക്കുക വയ്യ. ആ വരം ഇതാ ചോദിക്കുന്നു. അങ്ങ് സത്യത്തെ പരിപാലിച്ചുകൊണ്ട് വരങ്ങൾ നൽകിയാലും, നവപഞ്ചച വർഷാണി ദണ്ഡകാരണ്യമാശ്രിത ചീര അജിനധരോ ധീരോ രാമോ ഭവതു താപസ. 9ഉം 5ഉം വർഷങ്ങൾ രാമൻ കാനനത്തിൽ പാർക്കണം. ദണ്ഡകാരണ്യത്തില് രാക്ഷസന്മാരുടെ വിഹാരരംഗമാണ് ദണ്ഡകാരണ്യം. അവിടെ മനുഷ്യരാരും പോകാറില്ല. തപസ്വിമാര് അവിടെ തപസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവരെല്ലാം രാക്ഷസന്മാരെ കൊന്ന് ഭക്ഷിക്കുന്നു. അതുകൊണ്ട് അവർക്കും സമാധാനമായിട്ട് ദണ്ഡകാരണ്യത്തിൽ പാർത്ത് തപസ് ചെയ്യുവാൻ നിർവാഹമില്ല. അതാണ് ആ സ്ഥലം. അങ്ങനെയുള്ളതായ ആ ദണ്ഡകാരണ്യത്തിലേക്ക് രാമൻ പോകണം. രാമൻ 14 വർഷം അവിടെ വസിക്കണം. എങ്ങനെ? ജടയും ചീരവും ധരിച്ച്. മഹർഷിമാരുടെ വേഷവിധാനമാണത്. രാജാക്കന്മാരുടെ, രാജകുമാരന്മാരുടെ, ക്ഷത്രിയന്മാരുടെ വേഷവിധാനമാണ് രാമൻ ഇതുവരെ ധരിച്ചു പോന്നിരുന്നത്. അത് രാമൻ ഉപേക്ഷിക്കണം എന്ന് അതിന്റെ അകത്ത് വ്യക്തമായി സൂചിപ്പിച്ചിരിക്കുന്നു. ജട ധരിക്കണം രാമൻ, സന്യാസിമാരെ പോലെ. അതേപോലെ തന്നെ ചീരം ധരിക്കണം, മരവുരി ധരിക്കണം രാമൻ. എന്ന് മാത്രമല്ല, താപസനായി തീരണം, തപസ്സനുഷ്ഠിക്കണം. അങ്ങനെ തപസ്വിയായിട്ട് 14 വർഷം അവിടെ വാഴണം. ഇവിടെ ഭരതൻ യുവരാജാവായി, പിന്നെ യഥാസന്ദർഭം മഹാരാജാവുമായി ഈ അയോധ്യയിലിരുന്നിട്ട് അയോധ്യയെ പരിപാലിക്കണം. യേശമേ പരമക്കാമോ ദത്തമേയോ വരം വൃണേ. ഇതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈ ജീവിതത്തില്. ഇതിനപ്പുറം
ഒരാഗ്രഹം എനിക്ക് സാധിക്കാനായിട്ടില്ല. ഞാനിതാ ഈ ആഗ്രഹം അങ്ങയുടെ മുന്നിൽ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് അങ്ങ് നേരത്തെ തന്ന വരത്തിന്റെ ബലത്തിലാണ് ചോദിക്കുന്നത്. 2 വരങ്ങൾ അതെന്തു തന്നെ ആയാലും തരാം എന്നങ്ങ് പറഞ്ഞിട്ടുണ്ട്. ഇതാ ഞാൻ ചോദിക്കുന്നു, ഇത് അങ്ങ് തന്ന വരം തന്നെയാണ്. വർഷങ്ങൾ മുമ്പ് ദേവലോകത്ത് വെച്ച് അത് അങ്ങ് പരിപാലിച്ചാലും രാമൻ കാനനത്തിൽ പോകണമെന്നും ഭരതൻ നാടുവാഴണമെന്നും. എപ്പോഴാ രാമൻ കാനനത്തിൽ പോകേണ്ടത്? അതും പറയുന്നുണ്ട് കൈകേയി. അദ്യ ചെയ്യോ ഹി പശ്യേയം പ്രയാന്തം രാഘവം വനെ. എനിക്കിപ്പോ തന്നെ കാണണം രാമൻ കാട്ടിലേക്ക് പോകുന്നതായിട്ട്. ഈ നിമിഷം നേരം പുലരുന്നതിന് മുമ്പ് രാമൻ കാനനത്തിലേക്ക് പോയി കഴിഞ്ഞിരിക്കണം. രാമൻ അയോധ്യയില് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഉണ്ടാകാൻ പാടില്ല. എനിക്കിതിപ്പോ കാണണം. ഇതാണ് എൻ്റെ ആഗ്രഹം. അങ്ങ് അത് നിറവേറ്റി തരണം. അങ്ങ് ധർമ്മനിഷ്ഠനാണ് എന്നുണ്ടെങ്കിൽ, അങ്ങ് സത്യനിത്യനാണ് എന്നുണ്ടെങ്കിൽ. രാജാവ് ഇത് ഒട്ടും പ്രതീക്ഷിച്ചതല്ല. നാളിതുവരെ കൈകേയിയുടെ സ്വഭാവം ഈ തരത്തിലായിരുന്നില്ല. രാമനോട് അങ്ങേയറ്റം സ്നേഹമുള്ളവളായ കൈകേയി, ആ കൈകേയി രാമന്റെ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു വഴിത്തിരിവ് വരുമ്പോ, ചൂടുവയ്പ് വരുമ്പോ, അതേപോലെ തന്നെ രാജാവായ ദശരഥന്റെ ജീവിതത്തിൽ, എന്റെ ജീവിതത്തിൽ, തന്റെ ജീവിതത്തിൽ ഈ പ്രകാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു ചൂടുവയ്പ് വരുമ്പോ രാമന് കിരീടം ധരിപ്പിക്കുക എന്നുള്ളതാണല്ലോ ദശരഥന് ഇനി ചെയ്യാനുള്ളത്. ആ സന്ദർഭത്തില് ഇങ്ങനെ ഘോരമായിട്ടുള്ള ആഗ്രഹങ്ങൾ തന്റെ മുന്നില് കൈകേയി സമർപ്പിക്കും. ഇതുവരെയുള്ള സ്വഭാവത്തിൽ നിന്നിട്ട് തികച്ചും ഭിന്നമായിട്ട് ഇങ്ങനൊരു സ്വഭാവമാറ്റം രാജാവ് പ്രതീക്ഷിച്ചതേയില്ല.